PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിൻവാങ്ങാൻ ആകുമോ എന്ന കാര്യത്തിൽ സംശയം. പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ പിന്മാറാനാകൂ എന്ന വ്യവസ്ഥയാണ് സംശയം ഉണർത്തുന്നത്. പിന്മാറിയാൽ സർവശിക്ഷാ അഭിയാൻ ഫണ്ട് അടക്കം തടഞ്ഞുവെക്കാൻ സാധ്യതയുമുണ്ട്. പിന്മാറുന്നത് സർക്കാർ സ്കൂളുകളെ തകർക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്. ആ സ്കൂളുകൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ സെൻട്രൽ സിലബസ് അതുള്ള സ്കൂളുകൾ ധാരാളമുണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങോട്ട് കുട്ടികൾ പോകും. മാത്രമല്ല ഇനി 1-ാം ക്ലാസ് തൊട്ട് മറ്റ് സംസ്ഥാനത്തേക്ക് പോകാനുള്ള പ്രവണതയുണ്ടാവും. സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ച ക്ഷേമ പ്രഖ്യാപനങ്ങൾ ജാള്യത മറയ്ക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ക്ഷേമനിധി പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് എന്നും VD സതീശൻ. ക്ഷേമനിധി 2500 കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത്. അത് കൊടുത്തിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ, ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ 18-19 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല. പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ ആഭ്യന്തര തർക്കം സമവായത്തിലേക്ക്. മുഷാവറയിൽ നിന്ന് പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കും. തീരുമാനം അടുത്ത മുഷാവറ യോഗത്തിൽ. CIC തർക്കപരിഹാരവും ചർച്ചയാകും. മുസ്ലിം ലീഗ് അനുഭാവികൾക്കും വിരുദ്ധർക്കും തുല്യ പ്രാധാന്യമുള്ള ഏകോപന സമിതി രൂപീകരിച്ചു. കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ NIA. കുറ്റപത്രം ലഷ്കർ-ഇ-ത്വയ്ബ, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് സംഘടനകൾക്കെതിരെ. ഭീകരരെ സഹായിച്ചുവെന്ന് കരുതുന്ന 2 തദ്ദേശീയരെയും പ്രതി ചേർക്കും. അന്വേഷണം പൂർത്തിയാക്കാൻ ജമ്മു കോടതി അനുവദിച്ച സമയം നവംബർ 2-ന് അവസാനിക്കും. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. കൊല്ലപ്പെട്ടത് കല്ലിയൂർ സ്വദേശി വിജയകുമാരി. കഴുത്തറുത്തത് പൊട്ടിയ കുപ്പിയുടെ ചില്ലുപയോഗിച്ച്. മകൻ അജയകുമാർ കസ്റ്റഡിയിൽ. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. തീരുമാനം ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗത്തിൽ. അനുമതി നൽകുക ശുചിത്വ മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പുതിയ സമിതി രൂപീകരിച്ചതായി കളക്ടർ. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യ-ഓസ്ട്രേലിയ പോരാട്ടം. മത്സരം വൈകിട്ട് 3-ന് നവി മുംബൈയിൽ. ബാറ്റിംഗ് കരുത്തിൽ പ്രതീക്ഷയർപ്പിച്ച ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ.